Hi, in this session we'll discuss wave pulses. സാധാരണ വേവ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ രീതിയിലുള്ള ഒരു സക്സഷൻ ഓഫ് ക്രസ്റ്റ്സ് ആൻഡ് ട്രഫ്സ് ആണ്. ഓക്കെ, പക്ഷെ ഇങ്ങനെ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. വേവ് മോഷൻ എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ഉദാഹരണത്തിന് ഒരു സിംഗിൾ ഐസൊലേറ്റഡ് പൾസ്, റൈറ്റ്, ഈ രീതിയിലുള്ള ഒരു പൾസ്, ഇത് ഒരു മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്തു പോകുന്നതും വേവ് എന്നുള്ള ഇതിനൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഉദാഹരണത്തിന് ഒരു സ്ട്രെച്ച് സ്ട്രിങ് അല്ലെ സ്ട്രെച്ച് സ്പ്രിങ് എടുത്തിട്ട് ഒരു പോയിന്റിൽ ഒരു ലോക്കൽ ഡിഫോർമേഷൻ കൊടുക്കുക, റൈറ്റ്, ജസ്റ്റ് ഗിവ് എ ലോക്കൽ ഡിഫോർമേഷൻ ആൻഡ് ദെൻ സ്റ്റോപ്പ്, റൈറ്റ്. ഇത് നിങ്ങൾ പലരും ചെയ്ത് നോക്കിയിട്ടുണ്ടാകും. കയറൊക്കെ എൻഡിൽ ടൈ ചെയ്യുക, ജസ്റ്റ് ഷേക്ക് ഇറ്റ് അപ്പ് ആൻഡ് ഡൗൺ വൺസ് ആൻഡ് ദെൻ ലീവ് ഇറ്റ്, റൈറ്റ്. അപ്പൊ അത് കാരണം ഉണ്ടാകുന്ന ഈ പൾസ് ഈ സ്ട്രിങ്ങിലൂടെ ട്രാവൽ ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ കഴിയും, റൈറ്റ്. അപ്പൊ ഇതും വേവിന് ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പോലെ ഒരെണ്ണമാണ് ഇവിടെ കാണുന്നത്. ഇനീഷ്യലി നമ്മൾ ഈ ചിത്രം നോക്കുകയാണെങ്കിൽ ഇനീഷ്യലി നമ്മളൊരു ട്വിച്ചിങ് അപ്പ് ആൻഡ് ഡൗൺ കൊടുത്തു ആൻഡ് ദെൻ യു ലീവ് ഇറ്റ്, റൈറ്റ്, ജസ്റ്റ് ഡു ഇറ്റ് അപ്പ് ആൻഡ് ഡൗൺ. ഓക്കെ, അപ്പൊ അത് കാരണം ഉണ്ടായ ഫോം ഈ രീതിയിൽ ഒരു സിംഗിൾ പൾസ് ആയിട്ട് ഈ സ്പ്രിങ്ങിലൂടെ അല്ലെ സ്ട്രിങ്ങിലൂടെ ട്രാവൽ ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ കഴിയും, റൈറ്റ്. ദിസ് ഇസ് ഓൾസോ വേവ് മോഷൻ. അപ്പൊ ഇത് ഒരു കോൺസ്റ്റന്റ് സ്പീഡിലാണ് മൂവ് ചെയ്യുക, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. ഓക്കെ, അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റിൽ നമ്മൾ ഉദാഹരണത്തിന് ഒരു സ്നാപ്ഷോട്ട് എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റിൽ നോക്കുകയാണെങ്കിൽ ഇതിന്റെ സ്ട്രിങ്ങിന്റെ ഏതെങ്കിലും ഒരു റീജിയണിൽ മാത്രം ഡിസ്റ്റർബൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ബാക്കി റീജിയൻസ് ഒക്കെ ഇനാക്റ്റീവ് ആയിട്ടിരിക്കുകയായിരിക്കും. ദർ ഇസ് നോ ആക്ടിവിറ്റി ഫോർ അതർ റീജിയൻസ്. അപ്പൊ നമ്മൾ ഈ ഒരു ഇൻസ്റ്റന്റിൽ നോക്കുകയാണ്, റൈറ്റ്. അപ്പൊ ഈ ഒരു പോയിന്റിൽ മാത്രമാണ് ആക്ടിവിറ്റി ഉള്ളൂ, ബാക്കിയെല്ലാം ഇനാക്റ്റീവ് ആണ്, റൈറ്റ്, പാസീവ് ആയിട്ട് ആണുള്ളത്, റൈറ്റ്, അല്ലെങ്കിൽ ക്വയസന്റ് എന്ന് പറയും. അതുപോലെ ഈ ചിത്രം നോക്കുകയാണെങ്കിൽ ഒരു പോയിന്റിൽ മാത്രമാണ് ആക്ടിവിറ്റി ഉള്ളത്, റൈറ്റ്. ദിസ് പോയിന്റ് ഓഫ് ആക്ടിവിറ്റി, the point of disturbance is actually moving. Every other point is just sitting there passively. അപ്പോൾ ഇങ്ങനെ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്ന വരെ ഈ രീതിയിലുള്ള വേവ് ട്രാവൽ ചെയ്യും. ഇപ്പോൾ ഈ എൻഡിലെത്തുമ്പോൾ ദർ മേ ബി സം സോർട്ട് ഓഫ് റിഫ്ലക്ഷൻ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കണക്കിലെടുക്കേണ്ടി വരും. പക്ഷേ ഇന്ററപ്ഷൻ ഒന്നും ഇല്ലെങ്കിൽ, തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ, ഇറ്റ് പ്രിസർവ്സ് ദ സെയിം ഷേപ്പ്, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഈ വേവ് പൾസ് അതിന്റെ സെയിം ഷേപ്പ് പ്രിസർവ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പൊ ഇത്തരത്തിലുള്ള വേവ്സ് നമ്മൾ ഇതുവരെ പഠിച്ച വേവ് ബിഹേവിയറും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ കഴിയുന്നത്, റൈറ്റ്. ഇപ്പൊ നമ്മൾ സൈനസോയിഡൽ വേവ്സിനെ കുറിച്ച് കണ്ടു, റൈറ്റ്. സൈൻ എക്സ് സൈൻ ലെറ്റ്സ് സേ 2 pi by lambda x minus vt sin 2 pi by lambda x plus vt, ഇങ്ങനെയുള്ള വേവ്സ് നമ്മൾ കണ്ടു ഓൾറെഡി, റൈറ്റ്. അപ്പൊ ഇത്തരം വേവ്സുമായിട്ട് വേവ് പൾസസിനെ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്? അതിന്റെ ഉത്തരം വരുന്നത് ഫൂരിയെ അനാലിസിസ് ഉപയോഗിച്ച് നമുക്ക് ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ കഴിയും. അപ്പൊ ഫൂരിയെ അനാലിസിന് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എനിക്ക് തോന്നുന്ന രണ്ടാമത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ ഫുൾ മാത്തമാറ്റിക്കൽ ഡീറ്റെയിൽസിലേക്ക് പോയില്ല. ഇങ്ങനെ ഒരു ടെക്നിക്ക് ഉണ്ട്, ഇതെങ്ങനെയാണ് വരുന്നത്, ഈ ടെക്നിക്ക് നമ്മുടെ സിറ്റുവേഷനിൽ എങ്ങനെയാണ് കാണുന്നത് എന്ന കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. എനിക്ക് തോന്നുന്ന രണ്ടാമത്തെ വീഡിയോയുടെ അവസാന ഭാഗത്തായിരുന്നു. അപ്പൊ ഫൂരിയെ അനാലിസിസ് ഈ രണ്ട് സിറ്റുവേഷൻസിനെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, കാരണം ഇത് ഏത് രീതിയിലുള്ള ഒരു സിഗ്നൽ ട്രാൻസ്മിഷനെയും നമുക്ക് ഈ ടെക്നിക്ക് ഉപയോഗിച്ച് അനലൈസ് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ ലെറ്റ്സ് ഇമാജിൻ എ സ്പെസിഫിക് ഫിസിക്കൽ സിറ്റുവേഷൻ. അതായത് ലെറ്റ്സ് ഇമാജിൻ ദാറ്റ് വി ഹാവ് എൻ ഇമെൻസ്ലി ലോങ് റോപ്പ്, വളരെയധികം നീളമുള്ള ഒരു കയറ്, and that we oscillate one end up and down in simple harmonic motion with a period of 1 per hour, right. അപ്പോൾ നമ്മൾ അതിൽ ഒരു എൻഡ് സിമ്പിൾ ഹാർമോണിക്കലി അപ്പ് ആൻഡ് ഡൗൺ ഓസിലേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇതിന്റെ പീരീഡ് വളരെ കുറവാണ്, ഇറ്റ്സ് ജസ്റ്റ് 1 per hour, റൈറ്റ്. 1 കംപ്ലീറ്റ് ഓസിലേഷൻ ഇൻ 1 hour. ഓക്കെ, അപ്പോൾ ഈ റോപ്പിന്റെ ടെൻഷൻ 100 ന്യൂട്ടൺ ആണെന്ന് എടുക്കാം. അതുപോലെ അതിന്റെ ലീനിയർ ഡെൻസിറ്റി 1 കിലോഗ്രാം പെർ മീറ്റർ. ഒരു മീറ്റർ ലെങ്ത് എടുക്കുകയാണെങ്കിൽ അതിന്റെ മാസ് 1 കിലോഗ്രാം ആയിരിക്കും. അപ്പോൾ സ്ട്രിങ് ടെൻഷനും ലീനിയർ ഡെൻസിറ്റിയും അറിയുകയാണെങ്കിൽ, അതായത് മാസ് പെർ ലെങ്ത്, റൈറ്റ്, ഇതിനാണ് ലീനിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം, അല്ലെ വേവ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. വേവ് സ്പീഡ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ടി ഡിവൈഡഡ് ബൈ മ്യൂ, റൈറ്റ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 100 ഡിവൈഡഡ് ബൈ 1, that gives us 10 meter per second, alright. ഇനി ഇതിൽ നമുക്ക് വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. വി ക്യാൻ ഫൈൻഡ് ദ വേവ് ലെങ്ത്, alright. അപ്പോൾ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ സ്പീഡ് ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി, കാരണം നമ്മൾ പറഞ്ഞു വേവ് സ്പീഡ് എന്ന് പറയുന്നത് v is equal to frequency multiplied by lambda, so wavelength would be v divided by nu. Okay, അപ്പോൾ nu നമുക്ക് ഈ പീരിയഡിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം,
റൈറ്റ്. നമുക്ക് ടി തന്നിട്ടുണ്ട്, ടി ഈസ് ഈക്വൽ ടു 1 hour. 1 hour എന്ന് പറയുമ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ 1 hour ആണ് എടുക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു 3600 seconds. ഓക്കെ, ന്യൂ ഈസ് ഈക്വൽ ടു 1/t, നമ്മൾ മുൻപ് കണ്ടതാണ്. റൈറ്റ്, so this gives us the number of cycles per second, that is simply 1 divided by 3600 per second. Okay, nu is equal to 1 by 3600 per second. Okay, അപ്പോൾ നമുക്ക് വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. വേവ് ലെങ്ത് എന്ന് പറയുന്നത് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി. റൈറ്റ്, വെലോസിറ്റി എന്തായിരുന്നു? വെലോസിറ്റി is 10 meter per second. Okay, frequency is 1 by 3600. Right, so you see that the units turn out to be meter. So this becomes 36,000 meters. This is the wavelength. Okay, that's a big wavelength. രണ്ട് ക്രസ്റ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 36,000 meters ആണ്, അതായത് 36 kilometers. Right, the distance between two crests or two troughs in this sense is 36 kilometers. Right, അതായത് ഒരു പോയിന്റ് ഓഫ് വൈബ്രേഷൻ കാണുകയാണെങ്കിൽ അടുത്തത് അതിന് സിമിലർ ആയിട്ടുള്ള കാണുന്നത് 36 കിലോമീറ്റേഴ്സ്, സ്ട്രിങ്ങിൽ 36 കിലോമീറ്റേഴ്സ് അപ്പുറത്തായിരിക്കും. അപ്പോൾ നമ്മുടെ റോപ്പ് ഏകദേശം 200 കിലോമീറ്റർ, അത്രയധികം വലുതാണെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാം. സോ വി ഹാവ് ടു ഇമാജിൻ ദാറ്റ് ദ റോപ്പ് ഈസ് മച്ച് ലോങ്ങർ ദാൻ ദ വേവ് ലെങ്ത്. നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത വേവിന്റെ വേവ് ലെങ്തിനെക്കാളും വളരെ കൂടുതലാണ് റോപ്പിന്റെ ലെങ്ത്. ഇത്ര ഒരു ഫിസിക്കൽ സിറ്റുവേഷൻ ആണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്. പക്ഷെ ഫിസിക്കലി നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്ന ഒരു സിസ്റ്റം അല്ല. ദിസ് പെർട്ടിക്കുലർ അറേഞ്ച്മെന്റ് ഇസ് ഫിസിക്കലി അബ്സേർഡ്. പക്ഷെ നമ്മളിത് കൺസിഡർ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്യുന്നത് ചില എസെൻഷ്യൽ ആയിട്ടുള്ള ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ടു ഗെറ്റ് ആൻ ഐഡിയ, ജസ്റ്റ് ടു ഡെവലപ്പ് സം ഓഫ് ദ ബേസിക് ഐഡിയാസ് to describe wave pulses. Okay, so we are talking about a 200 kilometer long string, right, in which there are waves with wavelength of around 36 kilometer. Okay, so നമ്മൾ ഒരേ ഒരു ഫ്രീക്വൻസിയിലുള്ള ഓസിലേഷനെ കുറിച്ചാണ് പറഞ്ഞത്. ലെറ്റ്സ് കോൾ ദിസ് എ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓർ ദ ബേസിക് ഫ്രീക്വൻസി. ബേസിക് ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ പറഞ്ഞത് 1 divided by 3600 per second. Right, 1 divided by 3600 per second. Right, ഇതാണ് ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് we are oscillating the end of the rope with a combination of harmonics of this basic frequency. ഈ ബേസിക് ഫ്രീക്വൻസിയുടെ ഡിഫറെന്റ് ഹാർമോണിക്സ്. റൈറ്റ്, ഡിഫറെന്റ് ഹാർമോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂ 1 എന്നുള്ളത് നമ്മൾ 1 divided by 3600 എടുക്കും. ന്യൂ 2 എന്നുള്ളതിനെ 2 ന്യൂ 1 എടുക്കും. Right, so that would be 1 divided by 1800 per second, etc. Right, ഇതിനെയാണ് എന്താണ് ഹാർമോണിക്സ്, ഹയർ ഹാർമോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എല്ലാ ഫ്രീക്വൻസിയും ഒരേ സമയത്ത് നമ്മൾ റോപ്പിന്റെ എൻഡിൽ കൊടുക്കുകയാണ്. Right, so we are oscillating the end of the rope with a combination of harmonics of the basic frequency. Right, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് സെക്കൻഡ് ഹാർമോണിക് എടുക്കുകയാണെങ്കിൽ പറഞ്ഞു, അതിന് കറസ്പോണ്ട് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 divided by 1800 per second. Right, ഇതാണ് സെക്കൻഡ് ഹാർമോണിക്. ഇതിന് കറസ്പോണ്ട് ചെയ്യുന്ന വേവ് ലെങ്ത് എന്ന് പറയുന്നത് 18,000 മീറ്റർ ആയിരിക്കും. Right, so that would be 10 divided by 1 by 1800, so that would be 18,000 meter or 18 kilometer. Right, അതായത് ഫ്രീക്വൻസി ഡബിൾ ചെയ്യുമ്പോൾ വേവ് ലെങ്ത് പകുതിയാവും. റൈറ്റ്, അങ്ങനെ നമ്മൾ 36,000 ഹാർമോണിക് എടുക്കുകയാണെന്ന് കരുതുക. 36,000 ഹാർമോണിക് എടുക്കുകയാണെന്ന് കരുതുക. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ വേവ് ലെങ്ത് വിൽ ബിക്കം 1 divided by 36,000 of the initial wavelength. റൈറ്റ്, ഇനീഷ്യൽ ഹാർമോണിക്കുമായിട്ട് ബന്ധപ്പെട്ട വേവ് ലെങ്ത് അല്ലെങ്കിൽ ബേസിക് ഹാർമോണിക്കുമായിട്ട് ബന്ധപ്പെട്ട വേവ് ലെങ്തിന്റെ 1 by 36,000 ആയിരിക്കും ഇത്തരം ഒരു വേവിന്റെ, റൈറ്റ്, 36,000 ഹാർമോണിക് വേവിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. റൈറ്റ്, സോ ദാറ്റ് വുഡ് ബി സിംപ്ലി 1 meter. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ കാണുന്നത് ഫണ്ടമെന്റൽ ബേസിക് ഹാർമോണിക് അല്ലെങ്കിൽ ബേസിക് ഫ്രീക്വൻസി ആയിട്ട് ബന്ധപ്പെട്ട വേവ് ലെങ്ത് എന്ന് പറയുന്നത് 36,000 മീറ്റർ ആണ്. ഓക്കെ, ദിസ് കറസ്പോണ്ട്സ് ടു ന്യൂ 1. റൈറ്റ്, ന്യൂ 2 എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ 2 ന്യൂ 1 ആയിട്ട് കറസ്പോണ്ട് ചെയ്യുന്നതാണെങ്കിൽ 2 ന്യൂ 1 ആയിട്ട് കറസ്പോണ്ട് ചെയ്യുന്ന വേവ് ലെങ്ത് എന്ന് പറയുന്നത് 36,000 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 18,000 മീറ്റർ. ഓക്കെ, അതുപോലെ n ന്യൂ 1, nth ഹാർമോണിക് ആണെങ്കിൽ ദാറ്റ് വുഡ് ബി 36,000 ഡിവൈഡഡ് ബൈ n.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ 36,000th ഹാർമോണിക് എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി 1 മീറ്റർ. റൈറ്റ്, ഇവിടെ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത്, റൈറ്റ്, വി ആർ ഇമാജിനിങ് ദ പോസിബിലിറ്റി ഓഫ് സൂപ്പർപോസിങ് thousands upon thousands of different sinusoidal vibrations at the driving end of the rope. Okay, all of these are integral multiples of the same basic frequency and all giving rise to waves traveling along the rope at the same speed. റൈറ്റ്, ഇപ്പോൾ ഇവിടെ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന കാര്യം ഇതാണ്. ഇവിടെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് കൊടുത്തത്. റൈറ്റ്, പക്ഷെ നമ്മൾ ആക്ച്വലി ഇവിടെ ഇമാജിൻ ചെയ്യുന്നത് ഈ ലോങ്, ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് 200 കിലോമീറ്റർ ലോങ് റോപ്പ് ആണെന്ന് പറഞ്ഞു. റൈറ്റ്, ഈ റോപ്പിൽ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ഡിഫറെന്റ് സൈനസോയിഡൽ വൈബ്രേഷൻസ് ഒരുമിച്ച് കൊടുക്കുകയാണ്. സോ വി ആർ ലുക്കിംഗ് അറ്റ് ദ സൂപ്പർ പൊസിഷൻ, നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ കണ്ടു കഴിഞ്ഞു. വി ആർ ലുക്കിംഗ് അറ്റ് സൂപ്പർ പൊസിഷൻ ഓഫ് തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് സൈനസോയിഡൽ വേവ്സ് ഓൺ ദിസ് റോപ്പ്. റൈറ്റ്, അപ്പൊ ഇതിൽ ഈ ഓരോ സൈനസോയിഡൽ വേവിന്റെയും ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു ബേസിക് അല്ലെങ്കിൽ എക്സ്ട്രീംലി ലോ ആയിട്ടുള്ള 1/3600 പെർ സെക്കൻഡ്. റൈറ്റ്, ഈ ഒരു ലോ ഫ്രീക്വൻസിയുടെ മൾട്ടിപ്പിൾസ് ആണ്. ഓക്കെ, ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആണ്. റൈറ്റ്, അതായത് 1/3600 പെർ സെക്കൻഡ്, അതുപോലെ 1/1800 പെർ സെക്കൻഡ്, അങ്ങനെ അങ്ങനെ. റൈറ്റ്, ഓക്കെ, ഇത് ഈ എല്ലാ ഫ്രീക്വൻസി, ഓരോ ഫ്രീക്വൻസിക്ക് കറസ്പോണ്ട് ചെയ്യുന്ന വേവ്സ് ഈ റോപ്പിലൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്. റൈറ്റ്, സോ വി ആർ സിംപ്ലി തിങ്കിങ് അബൌട്ട് എ ലാർജ് നമ്പർ ഓഫ് വേവ്സ് ഓഫ് ദിസ് മാനർ. ഈ രീതിയിലുള്ള ലാർജ് നമ്പർ ഓഫ് സൈനസോയിഡൽ വേവ്സ് ഒരേ സമയം സ്ട്രിങ്ങിൽ ഉണ്ട് എന്ന് കരുതുക. ആൻഡ് ദെൻ വി നോ ദാറ്റ് according to principle of superposition these waves will get superposed. ഓക്കെ, അപ്പൊ ഈ ഓരോ ഫ്രീക്വൻസിയിലുള്ള സൈനസോയിഡൽ വേവ്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഡിഫറെന്റ് ഫ്രീക്വൻസിയുള്ള സൈനസോയിഡൽ വേവ്സിന്റെ സൂപ്പർ പൊസിഷൻ ആയിട്ട് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേവ്സ് ഈ റോപ്പിൽ കാണാൻ കഴിയും. റൈറ്റ്, ജസ്റ്റ് യൂസ് സൂപ്പർ പൊസിഷൻ. ഓക്കെ, അപ്പൊ ഈ രീതിയിലുള്ള അപ്രോപ്രിയേറ്റ് സൂപ്പർ പൊസിഷനിലൂടെ വി ക്യാൻ ഹാവ് ഓൺ ദ റോപ്പ് a repeating pattern of disturbance with enormously long repetition distance. ഓക്കെ, ഉദാഹരണത്തിന് ഈ രീതിയിലുള്ള ഒരു പാറ്റേൺ മാത്രം ഈ വേവിലൂടെ ട്രാവൽ ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. റൈറ്റ്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൂപ്പർ പൊസിഷൻ എടുത്താൽ മതി. ഇപ്പൊ സൂപ്പർ പൊസിഷൻ എടുക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ബാക്കി എല്ലാ പോയിന്റിലുള്ള ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആവാം, ക്യാൻസലേഷൻസ് കാരണം. റൈറ്റ്, ആൻഡ് ദെൻ വി കുഡ് ഇമാജിൻ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വി ക്യാൻ ഇമാജിൻ a repeating pattern of disturbance with enormously long repetition distance. Alright, അപ്പോൾ ഈ പോയിന്റിൽ ഇങ്ങനെ ഒരു ഈ രീതിയിലുള്ള ഒരു വേവ് ഫോം ഉണ്ടാവും. റൈറ്റ്, അത് കഴിഞ്ഞ് കുറെ ദൂരം കഴിഞ്ഞ് മാത്രമാണ് ഈ രീതിയിലുള്ള അടുത്ത വേവ് ഫോം ഉണ്ടാവുക. റൈറ്റ്, ഈ രീതിയിലുള്ള ഡിസ്റ്റർബൻസ് പാറ്റേൺ നമുക്ക് ലാർജ് നമ്പർ ഓഫ് സൈനസോയിഡൽ വേവ്സിന്റെ ഓസിലേഷൻസിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം അലൗ ചെയ്യുന്ന മാത്തമാറ്റിക്കൽ തിയറം ആണ്, അല്ലെങ്കിൽ ഇത് പോസിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ തിയറം ആണ് ഫൂരിയേഴ്സ് തിയറം. അപ്പോൾ ഈ തിയറം അനുസരിച്ച് എനി ടൈം ഡിപ്പെൻഡന്റ് പാറ്റേൺ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, ഈ സ്ട്രിങ്ങിലുള്ള ഡിസ്പ്ലേസ്മെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, അത് ഏത് രീതിയിലുള്ള ടൈം ഡിപ്പെൻഡന്റ് പാറ്റേൺ ആണെങ്കിലും, റൈറ്റ്, ഇഫ് ഇറ്റ് റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് പീരിയോഡിക്കലി, പീരിയോഡിക് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, റൈറ്റ്, അതിന്റെ പീരിയോഡിസിറ്റി നമ്മൾ 2π/ω1 എന്നാണ് പറയുന്നത്. ω1 is the fundamental frequency. Alright, അങ്ങനെയാണെങ്കിൽ it can be expressed as a linear combination of the infinite set of harmonics represented by ω1 and all its integral multiples. അതായത് ഇവിടെയുള്ള ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ω1 ആണ്. Alright, ഇനി ഏത് രീതിയിലുള്ള പീരിയോഡിക് ഡിസ്റ്റർബൻസ് ആണെങ്കിലും, പീരിയോഡിക് ആണെങ്കിലും, റൈറ്റ്, സ്ട്രിങ്ങിലുള്ള ഏത് രീതിയിലുള്ള പീരിയോഡിക് ഡിസ്റ്റർബൻസ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് ഫൂരിയേഴ്സ് തിയറം പറയുന്നത്? ഫൂരിയേഴ്സ് തിയറം പറയുന്നത് വി ക്യാൻ എക്സ്പാൻഡ് ഇറ്റ്, റൈറ്റ്, ആ രീതിയിലുള്ള ടൈം ഡിപ്പെൻഡന്റ് പാറ്റേൺ y(t), ടൈം ഡിപ്പെൻഡന്റ് ഡിസ്പ്ലേസ്മെന്റിനെ, പീരിയോഡിക് ഡിസ്പ്ലേസ്മെന്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എ കോമ്പിനേഷൻ ഓഫ് ആൻ ഇൻഫിനിറ്റ് സെറ്റ് ഓഫ് ഹാർമോണിക്സ്, represented by ω1. ഡിഫറെന്റ് ഹാർമോണിക്സ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു ω1, 2ω1, 3ω1, 4ω1, ഇതാണ് ഡിഫറെന്റ് ഹാർമോണിക്സ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ ഫണ്ടമെന്റൽ ഹാർമോണിക്, ദിസ് ദ ഫസ്റ്റ്, ദ സെക്കൻഡ് ഹാർമോണിക്, ദ തേർഡ് ഹാർമോണിക്, എറ്റ്സെട്ര. റൈറ്റ്, ഇത്തരം ഡിഫറെന്റ് ഹാർമോണിക്സിന്റെ സൂപ്പർ പൊസിഷൻ ആയിട്ട് ഏതൊരു പീരിയോഡിക് ഡിസ്റ്റർബൻസിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയും എന്നാണ് ഫൂരിയേഴ്സ് തിയറം പറയുന്നത്. റൈറ്റ്, നമ്മൾ സ്റ്റാൻഡിംഗ് വേവ് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞ പോലെ രണ്ടാമത്തെ വീഡിയോയിൽ ഈ കാര്യം ആക്ച്വലി കാണുന്നുണ്ട്. റൈറ്റ്, ഈ രീതിയിലുള്ള ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻ എങ്ങനെയാണ് പോസിബിൾ ആവുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ തൽക്കാലം
Fourier's theorem എങ്ങനെ എടുക്കാം? We can write any y of t which is periodic as sum over n equal to 1 to infinity cn cos n omega 1t minus delta n. അതായത് നമ്മളിവിടെ ചെയ്യുന്നത് this is c1 cos omega 1t minus delta 1, okay, plus c2 cos 2 omega 1t minus delta 2 plus etc. Right? ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള വേവ് ഫോംസിന്റെ അല്ലെങ്കിൽ ഡിഫറെന്റ് ഹാർമോണിക്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് ഏത് ഒരു തരത്തിലുള്ള പീരിയോഡിക് ഡിസ്റ്റർബൻസിനെ നമുക്ക് എഴുതാൻ കഴിയും. ദിസ് ഇസ് ഫൂറിയേഴ്സ് തിയറം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി ഫൂറിയേഴ്സ് തിയറത്തിന്റെ കൺവേഴ്സ് എന്ന് പറയുന്നതാണ് യു ക്യാൻ സിന്തസൈസ് എനി റെപ്പറ്റേറ്റീവ് പാറ്റേൺ വി ലൈക്ക്. റെപ്പറ്റേറ്റീവ് പാറ്റേൺ ആയാൽ മതി. റൈറ്റ്, വി ക്യാൻ സിന്തസൈസ് ഓർ വി ക്യാൻ കൺസ്ട്രക്ട് എനി റെപ്പറ്റേറ്റീവ് പാറ്റേൺ വി ലൈക്ക് by using a complete spectrum of harmonics of the basic frequency omega 1 by 2 pi. Basic frequency യുടെ complete set of harmonics ഉപയോഗിച്ച് ഏത് തരത്തിലുള്ള റെപ്പറ്റേറ്റീവ് പാറ്റേൺ വേണമെങ്കിലും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയും. ഓൾറൈറ്റ്, ഇതിന്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലീനിയർ കോമ്പിനേഷൻ എടുത്താൽ മതി. ഈ കംപ്ലീറ്റ് സ്പെക്ട്രം ഓഫ് ഹാർമോണിക്സിന്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലീനിയർ കോമ്പിനേഷൻ എടുക്കുന്നത് വഴി ഏത് രീതിയിലുള്ള റെപ്പറ്റേറ്റീവ് പാറ്റേൺ വേണമെങ്കിലും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, ഉദാഹരണത്തിന് we can imagine a disturbance which is 0 over most of the repetition period. Right? അപ്പോൾ ഇവിടെ repetition period എന്ന് പറയുന്നത് 0യുടെയും 2 pi by omega 1ന്റെ ഇടയിലാണ് ഈ ചിത്രത്തിൽ എടുത്തിരിക്കുന്നത്. Right? ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വേവ് ഫോം നോക്കുക, ഈ ഒരു ഡിസ്റ്റർബൻസ് നോക്കുക. അപ്പോൾ കുറച്ച് സമയത്തേക്ക് അതിൽ ഡിസ്റ്റർബൻസ് ഉണ്ട്. Right? And then it's quiet, nothing, 0. Right? അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് വേവ് ഫോം എന്ന് പറയുന്നത് ഇതാണ്. ഈ രീതിയിലുള്ള വേവ് ഫോം എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് an oscillation like this for some amount of time and for the rest of the time ആ സൈക്കിളിലുള്ള ബാക്കി സമയം നോക്കുകയാണെങ്കിൽ it's inactive. Alright, and then again the same pattern repeats. You have a disturbance for this amount of time and then for the rest of the period, the rest of the cycle, inactive. Alright, ഇതൊരു പോസിബിൾ വേവ് ഫോം ആണ്. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള ഹാർമോണിക്സിന്റെ ഡിഫറെന്റ് ഹാർമോണിക്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ കഴിയും. റൈറ്റ്, ഇങ്ങനെ നോക്കുമ്പോൾ ഈ വേവ് ഫോം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രേഞ്ച് ആണ് അല്ലേ. അതായത് നമ്മൾ ഇതുവരെ പരിചയിച്ച വേവ് ഫോംസിൽ അപേക്ഷിച്ച് നോക്കും കുറച്ച് സ്ട്രേഞ്ച് ആണ്. അതായത് റെപ്പറ്റേഷൻ പീരീഡിന്റെ കുറച്ച് ഭാഗത്ത് മാത്രം ഈ രീതിയിലുള്ള വേരിയേഷൻ, ബാക്കിയുള്ള ഭാഗം മുഴുവൻ ക്വയറ്റ്. ഓക്കെ, പക്ഷെ ഇവിടെ പറയുന്നത് ഈ രീതിയിലുള്ള ഒരു ഓസിലേഷൻ നമുക്ക് ഈ പരിചയമുള്ള ഡിഫറെന്റ് ഓസിലേഷൻസിന്റെ സൂപ്പർ പൊസിഷനായിട്ട് എഴുതാൻ കഴിയുമെന്നാണ്. ഓക്കെ, വി ക്യാൻ അനലൈസ് ദിസ്. റൈറ്റ്, ഇത് വേവ് ഫോം ആണെന്ന് പറയാൻ കാരണം വി ക്യാൻ റൈറ്റ് ദിസ് as a combination of waves with different frequencies. Okay, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ഫ്രീക്വൻസി ഉള്ള വേവ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട്, കംപ്ലീറ്റ് സ്പെക്ട്രത്തിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് ഈ രീതിയിലുള്ള ഏതൊരു ഡിസ്റ്റർബൻസിനെയും കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയും. വി ജസ്റ്റ് ഹാവ് ടു ടേക്ക് ദ അപ്രോപ്രിയേറ്റ് ലീനിയർ കോമ്പിനേഷൻ. റൈറ്റ്, അതായത് ഡിഫറെന്റ് വേവ് ലെങ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഫ്രീക്വൻസി ഉള്ള അനേകം ഹാർമോണിക്സ്, റൈറ്റ്, ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് ഈ രീതിയിലുള്ള ഏതൊരു വേവ് ഫോമിനെയും കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയും യൂസിങ് ഫൂറിയേഴ്സ് തിയറം. റൈറ്റ്, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. റൈറ്റ്, അപ്പൊ ഇതിന് കാരണം നമ്മൾ ഈ രീതിയിലുള്ള കോമ്പിനേഷൻ എടുക്കുന്ന ഡിഫറെന്റ് ഹാർമോണിക്സിന്റെ കോമ്പിനേഷൻ എടുക്കുന്ന ഏത് രീതിയിലായിരിക്കണം? ഇൻ സച്ച് എ വേ ദാറ്റ് എവറിവെയർ എൽസ് ഈ റെപ്പിറ്റേഷൻ പീരീഡ് വരുന്ന ഭാഗത്തല്ലാതെയുള്ള ഭാഗത്തെല്ലാം ഡിസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ആവുന്ന രീതിയിലുള്ള കോമ്പിനേഷൻ എടുത്താൽ മതി. റൈറ്റ്, ദിസ് ക്യാൻ ബി ഡൺ യൂസിങ് ദ ഫൂറിയേഴ്സ് തിയറം. റൈറ്റ്, അതുകൊണ്ട് തന്നെ നമ്മൾ ലാർജ് നമ്പർ ഓഫ് ഹാർമോണിക്സിന്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഹാർമോണിക്സ് പറഞ്ഞു, അതായത് ഡിഫറെന്റ് ഫ്രീക്വൻസീസിലുള്ള ഓസിലേഷൻസിന്റെ കാര്യം പറഞ്ഞു. റൈറ്റ്, ഇതിലുള്ള ഓരോ വേവും, റൈറ്റ്, ഇതിലുള്ള ഓരോ ഫ്രീക്വൻസി വേവും നമ്മുടെ ക്ലാസിക്കൽ വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻസ് ആണ്. റൈറ്റ്, ഉദാഹരണത്തിന് സൈൻ 2 pi by lambda x minus vt എന്നുള്ള ഫോമിലുള്ള വേവ്സ് ആണിത്. റൈറ്റ്, ദീസ് ആർ സൊല്യൂഷൻസ് ടു വേവ് ഇക്വേഷൻ. റൈറ്റ്, ഇത് വേവ് ഇക്വേഷന്റെ ഇതിൽ ഓരോന്നും വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ ആയതുകൊണ്ട് ഇതിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുത്താൽ അതും വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിരിക്കും, നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ വേവിനെ ഇത്തരം വേവ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റർബൻസിനെ ഇത്തരം വേവ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുന്നത് കാരണം this form of disturbance will also satisfy the classical wave equation, because we are writing this simply as a combination of different solutions. Right, different allowed solutions in the linear combination ആയിട്ട് നമ്മൾ എഴുതുന്നു. So this also will be a solution to the wave equation. Right, so that's why we can call this also as a wave. Right, ഈ രീതിയിലുള്ള V8 പാറ്റേൺസിനെ നമ്മൾ വേവ് എന്ന് തന്നെയാണ് വിളിക്കുക.
they will also satisfy the wave equation. Okay. ഇവിടെ വേറൊരു ഫോമിലുള്ള വേവ് മോഷൻ ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇതും for the most of the period there is no activity on the string. Alright. Again, this is another type of waveform. Alright. നമ്മൾ ഫുൾ സൈക്കിൾ ആയിട്ട് എടുക്കേണ്ടത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഫുൾ സൈക്കിളിന്റെ ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത്. Alright. And then the same thing repeats. Full cycle എന്ന് പറഞ്ഞ ഇതാണ്. Alright. So Fourier's theorem tells us something interesting. Alright. നമ്മൾ മുൻപ് കണ്ട വൈബ്രേഷൻസ്, റൈറ്റ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഏതൊരു റെപ്പറ്റേറ്റീവ് ഫംഗ്ഷൻ ഓഫ് ടൈം ആണെങ്കിലും ഇറ്റ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ഫ്രം സൈനസോയിഡൽ വൈബ്രേഷൻസ് വിച്ച് ഇൻഡിവിജ്വലി ആർ എവർ കണ്ടിന്യൂയിങ് ഫംഗ്ഷൻസ് ഓഫ് ടൈം. ഓക്കെ. ഉദാഹരണത്തിന് നമ്മൾ ഈ രീതിയിലുള്ള ഒരു പൾസ് എടുക്കുകയാണ്. റൈറ്റ്. ദിസ് ഇസ് y of t വേഴ്സസ് ടൈം. റൈറ്റ്. ആൻഡ് ദ റെപ്പറ്റേഷൻ പീരിയഡ് ഈസ് 2π/ω1. ഇതാണ് റെപ്പറ്റേഷൻ പീരിയഡ് എന്ന് പറയുന്നത്, അതായത് ക്യാപിറ്റൽ ടി. റൈറ്റ്. ഇവിടെ നമ്മൾ ഈ ഫുൾ സൈക്കിൾ നോക്കുകയാണെങ്കിൽ ഫുൾ സൈക്കിളിന്റെ ചെറിയൊരു സമയത്ത് മാത്രമേ സ്ട്രിങ്ങിന് വൈബ്രേഷൻ ഉള്ളൂ, സ്ട്രിങ്ങിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുള്ളൂ. റൈറ്റ്. ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ടൈം ദർ ഇസ് നോ ചേഞ്ച്. ഓക്കെ. പക്ഷെ ഇത്തരത്തിലുള്ളൊരു പൾസ് ആണെങ്കിലും ഇത്തരത്തിലുള്ള റെപ്പറ്റേറ്റീവ് പൾസ് ആണെങ്കിലും റൈറ്റ്, ഇറ്റ്സ് റിപ്പീറ്റിംഗ് ഇറ്റ് സെൽഫ് അഗെയിൻ. റൈറ്റ്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പൾസ് ആണെങ്കിൽ നമ്മളിത് കൺസ്ട്രക്ട് ചെയ്യുന്നത് സൈനസോയിഡൽ വൈബ്രേഷൻസിൽ നിന്നാണ്. ആൻഡ് ദി സൈനസോയിഡൽ വൈബ്രേഷൻസ് എക്സിസ്റ്റ് ഫോർ ഓൾ ടൈം. ഓക്കെ. ദീസ് ആർ എവർ കണ്ടിന്യൂയിങ് ഫങ്ഷൻസ് ഓഫ് ടൈം. റൈറ്റ്. അതായത് ഇങ്ങനെ പീരിയോഡിക് ആയിട്ട് ഇതേ ഫോമിൽ എവർ കണ്ടിന്യൂയിങ് ഫങ്ഷൻസ് ഓഫ് ടൈമിന്റെ സൂപ്പർ പൊസിഷൻ ആയിട്ടാണ് നമ്മൾ ഈ രീതിയിലുള്ള ഒരു പൾസിനെ പോലും എഴുതുന്നത്. റൈറ്റ്. അപ്പൊ ഇതിലുള്ള ഈച്ച് ഓഫ് ദ വേവ്, ഇതിലുള്ള ഈച്ച് നമ്മൾ ഈ സൂപ്പർ പൊസിഷൻ ആയിട്ട് എഴുതുന്ന നമ്മൾ എടുക്കുന്ന കംപ്ലീറ്റ് സ്പെക്ട്രം, കംപ്ലീറ്റ് സ്പെക്ട്രം ഓഫ് ഹാർമോണിക്സിലുള്ള ഈച്ച് വേവ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ഫോം അല്ല നമ്മൾ കാണുന്നത്. റൈറ്റ്. ടൈമിന്റെ ഏതൊരു പോയിന്റിലും അല്ലെങ്കിൽ ഏതൊരു ടൈമിൽ എടുക്കുകയാണെങ്കിലും there are oscillations or there are disturbances. Alright. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചില ഭാഗത്ത് മാത്രം സീറോ ഓസിലേഷൻസിലേക്ക് എത്തുന്നത്? അതായത് ചില ഭാഗത്തല്ല, ടൈം പീരിയഡിന്റെ ഫുൾ സൈക്കിളിന് കറസ്പോണ്ട് ചെയ്യുന്ന ടൈമിൽ കുറെ സമയത്തേക്ക് എങ്ങനെയാണ് യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാത്ത രീതിയിൽ നമ്മൾ എത്തുന്നത്? Alright. ഇത് നമ്മൾ ചെയ്യുന്നത് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ഉപയോഗിക്കുന്നതിലൂടെയാണ്. Alright. So specifically this is brought about by the right combination of harmonics resulting in complete cancellation in this region. അതായത് ഒരു ഫുൾ സൈക്കിളിന്റെ ഈ ഒരു റീജിയണിൽ റൈറ്റ് കംപ്ലീറ്റ് ക്യാൻസലേഷൻ. ഇവിടെ എല്ലാം ഇൻഡിവിജ്വൽ വേവ്സ് നോക്കുകയാണെങ്കിൽ ഈ ടൈം, നമ്മൾ ഈ സൂപ്പർ പൊസിഷൻ എടുക്കുന്നതിലുള്ള ഇൻഡിവിജ്വൽ വേവ്സ് നോക്കുകയാണെങ്കിൽ ഈ ടൈം റീജിയൺ, റൈറ്റ്, ഈ റീജിയൺ ഓഫ് ടൈമിൽ ഓസിലേഷൻസ് ഉണ്ട്. റൈറ്റ്. സോ വി ആർ കൺസ്ട്രക്ടിങ് ദി സൂപ്പർ പൊസിഷൻ ഇൻ സച്ച് എ വേ ദാറ്റ് ഇൻ ദിസ് റീജിയൺ right, there is a complete cancellation or a complete destructive interference. Okay. അതായത് നമ്മൾ സൂപ്പർ പൊസിഷൻ എടുക്കുന്ന സമയത്ത് ഈ പീരിയഡിന്റെ ചില സമയത്ത് ഫുൾ സൈക്കിളിന്റെ ഒരു റീജിയൺ ഓഫ് ടൈമിൽ കംപ്ലീറ്റ് ക്യാൻസലേഷനും വേറൊരു റീജിയൺ ഓഫ് ടൈമിൽ there is a building up. Right, there is a building up of this particular shape, right, or this particular form of vibration. So the absence of any displacement over most of the repetition period is brought about by just the right combination of harmonics, right, resulting in a complete cancellation in this region. The individual waves in ഈ റീജിയനിലുള്ള കോൺട്രിബ്യൂഷൻ കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്യും. റൈറ്റ്. പക്ഷേ ഈ റീജിയനിൽ ഈ ഫോമിലുള്ള ഒരു ഷേപ്പ് ബിൽഡ് ചെയ്യും. ഓക്കെ. resulting in a complete cancellation in this region, but nevertheless building up to give the particular non-zero disturbance over part of the period as desired. Okay. ഫുറിയർ തിയറം ഇങ്ങനെയാണ് ഇത് അക്കംപ്ലിഷ് ചെയ്യുന്നത്. ഡിഫറെന്റ് ഫ്രീക്വൻസിയിലുള്ള സൈനസോയിഡൽ വേവ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് ഏതൊരു രീതിയിലുള്ള റെപ്പറ്റേറ്റീവ് ഫംഗ്ഷനും കൺസ്ട്രക്ട് ചെയ്യുന്ന ഈ രീതിയിലാണ്. സീറോ ഡിസ്റ്റർബൻസ് ഉള്ള റീജിയനിൽ ഡിസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യുന്ന രീതിയിലും നമുക്ക് ആവശ്യമുള്ള അതായത് ഡിസ്റ്റർബൻസ് നോൺ സീറോ ആയിട്ടുള്ള റീജിയൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ടൈമാണ്, സൈക്കിളിലുള്ള റീജിയൻ ആണ്. റൈറ്റ്. ഈ ഓസിലേഷൻ സൈക്കിളിലുള്ള റീജിയനെ കുറിച്ചാണ് നമ്മൾ റീജിയൻ എന്ന് പറയുന്നത്. ആ റീജിയനിൽ മാത്രം നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഷേപ്പ് ഫോം ചെയ്യുന്ന രീതിയിലുള്ള സൂപ്പർ പൊസിഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ. ഒരു ഫംഗ്ഷന്റെ, ഒരു പീരിയോഡിക് ഫംഗ്ഷന്റെ ഫൂരിയർ എക്സ്പാൻഷൻ നമ്മൾ ഇങ്ങനെയാണ് എഴുതിയത്. y of t is equal to sum over n cn cos omega n t, ഓക്കെ, മൈനസ് ഡെൽറ്റ n. ഒമേഗ എൻ ടി എന്നുള്ളതിനെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ എഴുതിയത് n മൾട്ടിപ്ലൈഡ് ബൈ ഒമേഗ 1t, ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഇങ്ങനെയാണ്.
ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കൊസൈൻ മാത്രമേ ഉള്ളൂവെങ്കിൽ ആക്ച്വലി വി സീ ദാറ്റ് ദിസ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് സൈൻ ആൻഡ് കൊസൈൻ ഫംഗ്ഷൻസ്. റൈറ്റ്, ഇത് കാണണമെങ്കിൽ യു ക്യാൻ എക്സ്പാൻഡ് ദിസ് കോസ് എ മൈനസ് ബി എന്ന് പറയുന്നത് കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി എന്നാണ്. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ദിസ് ബിക്കം സം ഓവർ എൻ. ഓക്കെ, എൻ ഈക്വൽ ടു 1 to infinity. ഇവിടെ സി എൻ ഉണ്ട്, ആൻഡ് ദെൻ വി ഹാവ് ഗോട്ട് കോസ് എൻ ഒമേഗ 1 ടി കോസ് ഡെൽറ്റ എൻ പ്ലസ് സൈൻ എൻ ഒമേഗ 1 ടി സൈൻ ഡെൽറ്റ എൻ. ഓക്കെ, അപ്പോൾ ഈ സി എൻ കോസ് ഡെൽറ്റ എന്നുള്ളതിനെ, റൈറ്റ്, സി എൻ കോസ് ഡെൽറ്റ എന്നുള്ളതിനെ നമുക്ക് ബി എൻ എന്ന് വിളിക്കാം. റൈറ്റ്, സോ വി ക്യാൻ കോൾ സി എൻ കോസ് ഡെൽറ്റ എൻ ആസ് ബി എൻ. അപ്പോൾ ഇത് nth മോഡിന് കറസ്പോണ്ട് ചെയ്യുന്ന എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ബി എൻ എന്ന് വിളിക്കാം. അതുപോലെ ഈ സി എൻ സൈൻ ഡെൽറ്റ എന്നുള്ളതിനെ എ എൻ എന്ന് വിളിക്കാം. സി എൻ സൈൻ ഡെൽറ്റ എൻ ക്യാൻ ബി കോൾഡ് ആസ് എ എൻ. അങ്ങനെയാണെങ്കിൽ ഈ y ഓഫ് ടി എന്നുള്ളത് നമുക്ക് ഈ രീതിയിൽ എഴുതാം. അല്ലെങ്കിൽ സി എൻ കോസ് എൻ ഒമേഗ 1 ടി മൈനസ് ഡെൽറ്റ എന്നുള്ളതിന് ഇങ്ങനെ എഴുതാം. ഈക്വൽ ടു എ എൻ സൈൻ എൻ ഒമേഗ 1 ടി പ്ലസ് ബി എൻ കോസ് എൻ ഒമേഗ 1 ടി. റൈറ്റ്, അതായത് നമുക്ക് ഗിവൺ ഫംഗ്ഷന്റെ എക്സ്പാൻഷൻ, വി ആർ എക്സ്പാൻഡിങ് ദ ഗിവൺ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് സൈൻ ആൻഡ് കൊസൈൻ. പക്ഷെ ചില കേസിൽ ഈ y ഓഫ് ടി എന്നുള്ളതിനെ ചിലപ്പോൾ നമുക്ക് സൈൻ ഫംഗ്ഷൻസിന്റെ മാത്രം ടേമിൽ അല്ലെങ്കിൽ കൊസൈൻ ഫംഗ്ഷൻസിന്റെ മാത്രം ടേമിൽ എഴുതാൻ കഴിയും. റൈറ്റ്, ഉദാഹരണത്തിന് y ഓഫ് ടി ഈവൻ ഫംഗ്ഷൻ ഓഫ് ടി ആണെങ്കിൽ നമുക്കറിയാം കോസ് എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആണ്, സൈൻ ഓഡ് ഫംഗ്ഷൻ ആണ്. y ഓഫ് ടി എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് മൈനസ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി. ഇതിനാണ് ഈവൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. റൈറ്റ്, അത് മൈനസ് ടി ആണെങ്കിലും പ്ലസ് ടി ആണെങ്കിലും സെയിം വാല്യൂ റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷൻ. റൈറ്റ്, ഇതിനാണ് നമ്മൾ ഈവൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിലുള്ള ഈവൻ ഫംഗ്ഷന്റെ കോൺട്രിബ്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിന്റെ എക്സ്പാൻഷനിൽ കൊസൈൻ ടേംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. റൈറ്റ്, അതുപോലെ ഓഡ് ഫംഗ്ഷൻസ് ആണെങ്കിൽ ഇതിലുള്ള ഓഡ് ഫംഗ്ഷന്റെ കോൺട്രിബ്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് ദെൻ വി ക്യാൻ എക്സ്പാൻഡ് ദ ഗിവൺ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് സൈൻ എലോൺ. അപ്പോൾ ഈ രീതിയിലുള്ള സിംപ്ലിഫിക്കേഷൻ പോസിബിൾ ആണെങ്കിൽ y ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ, റൈറ്റ്, അതിനൊരു സിമെട്രി ഉണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് ഹാവ് ഐദർ ഓഡ് ഓർ ഈവൻ സിമെട്രി വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് മിഡ് പോയിന്റ് ഇൻ ടൈം. ഓക്കെ, അതായത് ഫുൾ ഫംഗ്ഷന്റെ മിഡ് പോയിന്റ് എടുക്കുകയാണെങ്കിൽ, റൈറ്റ്, ഫുൾ ഫംഗ്ഷന്റെ മിഡ് പോയിന്റ് നമ്മൾ 0-ലാക്കുകയാണെങ്കിൽ, 0 ആയിട്ട് മാച്ച് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡിനും റൈറ്റ് സൈഡും തമ്മിൽ ഒരു സിമെട്രി, ഒന്നുകിൽ ഓഡ് സിമെട്രി അല്ലെങ്കിൽ ഈവൻ സിമെട്രി ഉണ്ടെങ്കിൽ നമുക്ക് ഈ സിംപ്ലിഫിക്കേഷൻ പോസിബിൾ ആണ്. ഓക്കെ, ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ കണ്ടൊരു വേവ് ആണ്, 0-ൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ രീതിയിലുള്ള ഒരു പൾസ് അല്ലെങ്കിൽ ഒരു വേവ് ഫോം നമ്മൾ കണ്ടു. അപ്പോൾ ഈ രീതിയിൽ നോക്കുമ്പോൾ ഇതിൽ സിമെട്രി ഇല്ല, കാരണം ഇത് O എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒറിജിൻ 0 എന്ന് പറയുന്ന പോയിന്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഒറിജിൻ നമ്മൾ ഈ പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ O പ്രൈം എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാം. കാരണം നമ്മൾ ചൂസ് ചെയ്യുന്ന കോർഡിനേറ്റ് സിസ്റ്റം ആണ്. സോ വി ക്യാൻ ചൂസ് ദ മിഡ് പോയിന്റ്, അല്ലെങ്കിൽ t ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നമുക്ക് ഈ പോയിന്റിൽ ചൂസ് ചെയ്യാം. റൈറ്റ്, so sometimes we will have to shift the origin of t to exploit this symmetry. അപ്പോൾ ഈ സൈൻ വേവിന്റെ ഒരു ഫുൾ, സൈൻ വേവ് അല്ല, ഈ വേവ് ഫോമിന്റെ ഒരു ഫുൾ സൈക്കിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൈറ്റ്, അതായത് ഒരു 2.5 സൈക്കിൾ ഓഫ് സൈൻ വേവ് ഫോളോഡ് ബൈ നോ ഡിസ്റ്റർബൻസ്. റൈറ്റ്, ഇതാണ് നമ്മുടെ ഫുൾ വേവ് ഫോം. ഒരു ഫുൾ സൈക്കിളിന്റെ വേവ് ഫോം ഇതാണ്. റൈറ്റ്, സോ ലെറ്റ്സ് സേ ദാറ്റ് ദിസ് ഇസ് 2π/ω1 ഓർ t1 എന്ന് പറയുന്ന പീരിയഡ് ആണിത്. റൈറ്റ്, അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ദിസ് ഇസ് നൈദർ ഓഡ് നോർ ഈവൻ. റൈറ്റ്, അതേസമയം ഈ ഒറിജിൻ ഈ O പ്രൈം എന്നുള്ള പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ വിൽ സീ ദാറ്റ് ദിസ് ബിക്കംസ് ആൻ ഈവൻ ഫംഗ്ഷൻ. ദിസ് വിൽ ബിക്കം ആൻ ഈവൻ ഫംഗ്ഷൻ. അതായത് ഇതിന്റെ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും, ലെഫ്റ്റ് സൈഡിലേക്ക് നെഗറ്റീവ് വാല്യൂസ് ആണ്, റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവ് വാല്യൂസ് ആണ്. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് +2 അല്ലെങ്കിൽ ഉദാഹരണത്തിന് 2 സെക്കൻഡ്സിലുള്ള വാല്യൂ ഇതാണെങ്കിൽ ഇവിടെ -2, റൈറ്റ്, -2 എന്നുള്ളതിന് കറസ്പോണ്ട് ചെയ്യുന്ന വാല്യൂ സെയിം ആയിരിക്കും. ഇത് ഉദാഹരണത്തിന്, റൈറ്റ്, ഇത് 1 സെക്കൻഡ് ആണെന്ന് എടുക്കുക. സോറി, ഇത് 1 സെക്കൻഡ് ആണെന്ന് എടുക്കുക. റൈറ്റ്, അപ്പോൾ 1 സെക്കൻഡിന്റെയും -1 സെക്കൻഡിന്റെയും വാല്യൂ സെയിം ആണ്. റൈറ്റ്, ഇനി ഇത് 1 സെക്കൻഡ് ആണെങ്കിൽ, ഇഫ് ദിസ് ഇസ് കറസ്പോണ്ടിങ് ടു 1 സെക്കൻഡ്, നമ്മൾ നോക്കുകയാണെങ്കിൽ -1 സെക്കൻഡിന്റെയും വാല്യൂ സെയിം ആണ്. റൈറ്റ്, ഈ ടൈം എന്ന് പറയുന്നത് നമ്മളിവിടെ ഒരു കോർഡിനേറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. t ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നമുക്ക് ആർബിട്രറിലി ഫിക്സ് ചെയ്യാം. റൈറ്റ്, അതിന് മുൻപുള്ളത് നമുക്ക് നെഗറ്റീവ് ആയിട്ടും അത് കഴിഞ്ഞുള്ളത് പോസിറ്റീവ് ആയിട്ടും എടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നോക്കുമ്പോൾ ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണെന്ന് കാണാൻ കഴിയും. റൈറ്റ്, അത് t ഈക്വൽ ടു 1 സെക്കൻഡിലും t ഈക്വൽ ടു -1 സെക്കൻഡിലും നമുക്ക് സെയിം ഡിസ്പ്ലേസ്മെന്റ് ആണ് കിട്ടുന്നത്. റൈറ്റ്, അതുപോലെ എല്ലാ വാല്യൂവിനും ശരിയാണ്. റൈറ്റ്, ഫോർ എനി വാല്യൂ ഓഫ് t വി ക്യാൻ ഷോ ദാറ്റ് f ഓഫ് t
or f of minus t is equal to f of t. അങ്ങനെയാണെങ്കിൽ ഈവൻ ഫംഗ്ഷൻ ആണ്. ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ then we can expand it in terms of the cosine waves alone, right? ഇതിന്റെ ബാക്കി റീജിയൻ കുഴപ്പമില്ല, അത് ഓൾറെഡി ക്ലിയർ ആണ്, കാരണം ഇവിടെ എല്ലായിടത്തും സീറോ ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ സൈഡിലേക്ക് നമുക്ക് സീറോ ആയിരിക്കും, റൈറ്റ്? അതായത് ഇവിടെ 1 സൈക്കിൾ ആൻഡ് ക്വാർട്ടർ ആണ് ഇവിടെ ഉള്ളത്, ഇവിടെയും 1 സൈക്കിൾ ആൻഡ് ക്വാർട്ടർ ആണ് ഉള്ളത്, റൈറ്റ്? ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് ബാക്കി സൈക്കിളിന്റെ ബാക്കി റീജിയണിൽ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, സീറോ ആണ്. ഇവിടെയും ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് സീറോ ആയിരിക്കും, സോ now this is an even function, right? By shifting the origin we have made it into an even function. Okay, ഇപ്പോൾ നമ്മൾ കണ്ട എക്സാമ്പിൾ 2.5 സൈക്കിൾസ് ഓഫ് സൈൻ വേവ് ആണ്, റൈറ്റ്? അതിനെ നമുക്കൊരു ഈവൻ ഫംഗ്ഷൻ ആയിട്ട് എഴുതാമെന്ന് കണ്ടു, റൈറ്റ്? ഈവൻ ഫംഗ്ഷൻ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാമെന്ന് കണ്ടു. ഓക്കെ, അതേപോലെ ഹോൾ നമ്പർ ഓഫ് സൈക്കിൾസ് ഓഫ് സൈൻ വേവ് ഉണ്ടെങ്കിൽ ഇത് ഈ രീതിയിൽ റിപ്പീറ്റഡ് അറ്റ് റെഗുലർ ഇന്റർവെൽസ്, then we can represent it as an odd function. ഹോൾ നമ്പർ ഓഫ് സൈൻ വേവ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒരു ഓഡ് ഫംഗ്ഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ കഴിയും, റൈറ്റ്? അപ്പോൾ ഈ കേസിൽ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ സിമെട്രി പ്രോപ്പർട്ടി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, പീരിയഡ് നമ്മൾ എടുക്കുമ്പോൾ t equal to minus pi by omega 1-ന്റെയും t equal to plus pi by omega 1-ന്റെയും ഇടയിൽ എടുക്കുക. ഓക്കെ, മെഷർ ചെയ്യുക, റൈറ്റ്? അതായത് 0-യുടെയും 2 pi by omega 1-ന്റെയും ഇടയിൽ എടുക്കുന്ന പോലെ ഈ 2 pi by omega 1 എന്ന് പറയുന്ന ഇന്റർവെൽ നമുക്ക് മൈനസ് pi by omega 1-ന്റെയും പ്ലസ് pi by omega 1-ന്റെയും ഇടയിൽ എടുക്കാം, റൈറ്റ്? ദാറ്റ്സ് ജസ്റ്റ് ഫോർ കൺവീനിയൻസ്, റൈറ്റ്? അപ്പോൾ ഈ പ്രൊസീജിയറാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം ഈ കേസ് നോക്കാം. ലെറ്റ്സ് ലുക്ക് അറ്റ് കേസ് ഡി, റൈറ്റ്? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് ദിസ് ഇസ് ഫുൾ നമ്പർ ഓഫ് സൈക്കിൾസ്, ഒരു സൈക്കിൾ ഓഫ് സൈൻ വേവ് ആൻഡ് ദെൻ വൺ മോർ സൈക്കിൾ ഓഫ് സൈൻ വേവ്, റൈറ്റ്? അപ്പോൾ ഇത് 2 സൈക്കിൾസ്, ഹോൾ നമ്പർ ഓഫ് സൈക്കിൾസ് ഓഫ് സൈൻ വേവ് ആണ്, റൈറ്റ്? അപ്പോൾ ഇതിന്റെ ഒറിജിൻ നമുക്ക് ഈ പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, റൈറ്റ്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുകൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് 2 സൈക്കിൾസ് ഓഫ് സൈൻ വേവ്, റെസ്റ്റ് ഓഫ് ദ പീരിയഡ് നോ ഡിസ്പ്ലേസ്മെന്റ്, റൈറ്റ്? പീരിയഡിലുള്ള ഫുൾ സൈക്കിളിന്റെ ബാക്കിയുള്ള റീജിയനിൽ നോ ഡിസ്പ്ലേസ്മെന്റ്, അങ്ങനെ ഒരു വേവ് ഫോം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, റൈറ്റ്? ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഫുൾ സൈക്കിൾ മാത്രമാണ്, റൈറ്റ്? ഒരു ഫുൾ സൈക്കിൾ മാത്രമാണ്. അപ്പോൾ ഈ രീതി വേവ് ഫോം എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള സൈക്കിൾസ് റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നതാണ്. അതായത് നമ്മൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ, റൈറ്റ്? വി ഹാവ് ഗോട്ട് 1 സൈക്കിൾ ഹിയർ, some region of no displacement, right? And then the next cycle some region of no disturbance. ഈ സൈൻ വേവും ഈ റീജിയൻ ഓഫ് നോ ഡിസ്റ്റർബൻസും കൂടിയിട്ടാണ് നമ്മുടെ ഒരു ഫുൾ സൈക്കിൾ എന്ന് പറയുന്നത്. ഈ വേവിന് കറസ്പോണ്ട് ചെയ്യുന്ന ഒരു ഫുൾ സൈക്കിൾ എന്ന് പറയുന്നത്, റൈറ്റ്? അപ്പോൾ ഇവിടെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ പോയിന്റിൽ 0 എടുക്കുകയാണ്, റൈറ്റ്? ഈ പോയിന്റ് നമ്മൾ 0 ആയിട്ട് എടുക്കുകയാണ്. ഈ പോയിന്റ് 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് ഓഡ് ആണെന്ന് കാണാൻ കഴിയും, റൈറ്റ്? ഇറ്റ്സ് ഈസി ടു സീ ദാറ്റ് ദിസ് ഇസ് എൻ ഓഡ് ഫംഗ്ഷൻ, റൈറ്റ്? ഉദാഹരണത്തിന് നമ്മളൊരു ഹാഫ്, ആക്ച്വലി ക്വാർട്ടർ ഓഫ് എ സൈക്കിൾ ഇവിടേക്ക് വരികയാണെന്നായിരുന്നു. ക്വാർട്ടർ ഓഫ് എ സൈക്കിൾ റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ +1 ആണുള്ളത്, റൈറ്റ്? അതേസമയം ക്വാർട്ടർ ഓഫ് എ സൈക്കിൾ ലെഫ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ വിൽ ഹാവ് എ -1, ദ വാല്യൂ ഇസ് -1, റൈറ്റ്? അതേ രീതിയിൽ തന്നെ 3/4 ഓഫ് എ സൈക്കിൾ റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഈ സൈൻ വേവിന്റെ സൈക്കിൾ ആണ് ഉദ്ദേശിക്കുന്നത്, ഇവിടെ -1 ആണ്. അതേസമയം അതിന്റെ ലെഫ്റ്റ് സൈഡിൽ അതിന് കറസ്പോണ്ട് ചെയ്യുന്ന +1 ആണ്. ഓക്കെ, സോ വി സീ ദാറ്റ് f of minus t in this case is equal to minus f of t. ഓക്കെ, നമ്മൾ ഫുൾ വേവ് റെപ്രസെന്റ് ചെയ്യുന്ന ഈ രീതിയിലാണ്. ഒരു ഫുൾ റെപ്പറ്റീഷൻ പീരീഡ് നമ്മൾ -pi by omega 1-ന്റെയും +pi by omega 1-ന്റെയും ഇടയിലാണ് എടുക്കുന്നത്, റൈറ്റ്? ബൈ അപ്രോപ്രിയേറ്റ് ഷിഫ്റ്റ് ഓഫ് അവർ കോർഡിനേറ്റ് സിസ്റ്റം, അപ്രോപ്രിയേറ്റ് ഷിഫ്റ്റ് ഓഫ് അവർ ഒറിജിൻ. ഓക്കെ, അപ്പോൾ ഇവിടെ റീജിയൻ ഓഫ് നോ ഡിസ്റ്റർബൻസ് എന്നുള്ളത് നമ്മൾ 0 എന്നുള്ള ഒറിജിന്റെ 2 സൈഡിലായിട്ട് ഈക്വൽ ആയിട്ട് ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ആൻ ഓഡ് ഫംഗ്ഷൻ, റൈറ്റ്? അതേസമയം ഇതെടുത്ത് നോക്കുക. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ that's 1 full cycle up to there, okay, and there's another full cycle up to there, and there's 2.5 cycles. നമ്മൾ നേരത്തെ കണ്ട 2.5 സൈക്കിളിന്റെ എക്സാമ്പിൾ ആണ്. And we see that this can be represented by an even function. Okay, again ഈ region of no disturbance 2 സൈഡിലും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ മിഡ് പോയിന്റ് നമ്മൾ ഒറിജിൻ ആയിട്ട് എടുത്തു. So this is an even function, right? In the same way, this is also an even function, right? And this option, all right, the picture given here, picture C, is also an odd function, all right? So this corresponds to even symmetry and these to odd symmetry. Okay, ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിലുള്ള വേവ്സിനെ കുറിച്ചാണ്. അതായത് നമ്മളൊരു ഫുൾ പീരീഡ് എടുക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് -pi by omega 1 up to +pi by omega 1, all right? അപ്പോൾ ഇതിൽ ഒരു region of repeated vibration ഉണ്ടാവും, and the rest of the period, all right, the rest of the cycle നമ്മൾ നോക്കുകയാണെങ്കിൽ corresponds to no displacement, right? No displacement for the rest of the time. Okay, അതായത് we are talking about
a repeated vibration with long intervals of quiescence between times. Right? ഇനി അടുത്ത സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ്. അടുത്ത സൈക്കിൾ ഇതേ രീതിയിൽ തന്നെയാണ്. Right? So between these two vibrations, there's a long interval of no displacement. Okay? അപ്പോൾ ഈ വൈബ്രേഷനാണ് നമ്മൾ പറഞ്ഞത്. ഈ രീതിയിലുള്ള വൈബ്രേഷൻസിനെ നമുക്ക് വി ക്യാൻ അനലൈസ് ദീസ് വൈബ്രേഷൻസ് ഇൻ ടു എ കംപ്ലീറ്റ് സ്പെക്ട്രം ഓഫ് ഫൂരിയർ കോമ്പണൻസ്. ഫൂരിയർ കോമ്പണന്റിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് ഇതിനെ എഴുതാൻ കഴിയും. ഓക്കെ, ഇനി ഈ ഫൂരിയർ കോമ്പണൻസിന്റെ വേവ് വെലോസിറ്റി എന്ന് പറയുന്നത് ഫ്രീക്വൻസിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ ഒരു സ്ട്രിങ്ങിലാണെങ്കിൽ ദ വെലോസിറ്റി ഇസ് ഗിവൺ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ടി ബൈ മ്യൂ. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ഫ്രീക്വൻസി. ദ വേവ് വെലോസിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ഫ്രീക്വൻസി. റൈറ്റ്, അതായത് എല്ലാ വേവ്സും എല്ലാ ഫ്രീക്വൻസിയിലുള്ള വേവ്സും ഇതേ വെലോസിറ്റിയോട് ഇതേ സ്പീഡിൽ തന്നെയാണ് സ്ട്രിങ്ങിലൂടെ ട്രാവൽ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഓക്കെ, ഇത് ജനറൽ കേസ് അല്ല, വി ആർ ടോക്കിംഗ് അബൌട്ട് എ സ്പെസിഫിക് കേസ്. ജനറലി വേവ് വെലോസിറ്റി ഫ്രീക്വൻസിയിൽ ഡിപ്പെൻഡ് ചെയ്യാം. റൈറ്റ്, so we are talking about the case where the wave speed associated with each component frequency is precisely the same, no change. Okay, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞ പോലുള്ള intermittent but periodically repeated vibrations will give rise to isolated pulses. Okay, equally spaced traveling through the medium. Right, അതായത് നമ്മൾ മീഡിയം നോക്കുകയാണെങ്കിൽ ഈ രീതിയിലുള്ള ഐസൊലേറ്റഡ് പൾസസ് ആണ് നമുക്ക് കാണാൻ കഴിയുക. Right, isolated pulse here, no disturbance, isolated pulse, no disturbance, isolated pulse, no disturbance, അങ്ങനെ. Okay, അപ്പോൾ നമ്മളുടെ ലോങ് റോപ്പ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ we can imagine the possibility of generating wave pulses with an overall length of a few meters and separated by the basic repetition distance of 36 kilometers. Right, അതായത് few meters overall length ഉള്ള wave pulses separated over a huge distance, let's say 36 kilometer. അതായത് നമ്മൾ സ്ട്രിങ് എടുക്കുകയാണെങ്കിൽ, ലോങ് റോപ്പ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏതാനും മീറ്റർ ഉള്ള ഒരു വേവ് പൾസ് ഉണ്ട്. പിന്നെ അടുത്ത വേവ് പൾസ് വരും 36 കിലോമീറ്റർ കഴിഞ്ഞാണ്. റൈറ്റ്, അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വേവ് റോപ്പിന്റെ ഒരു ചെറിയ റീജിയൻ നോക്കുകയാണെങ്കിൽ വി ആർ ലുക്കിംഗ് അറ്റ് an isolated individual disturbance. റൈറ്റ്, വേവിന്റെ ഒരു പോയിന്റിൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗുഡ് ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ, 36 കിലോമീറ്ററിന്റെ താഴെയുള്ള ഒരു ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ വിൽ സീ ജസ്റ്റ് വൺ പൾസ്. റൈറ്റ്, സോ ഫോർ all intents and purposes, these would be isolated individual disturbances. Okay, ഇതിനാണ് നമ്മൾ വേവ് പൾസ് എന്ന് പറയുന്നത്. റൈറ്റ്, അപ്പോൾ ഈ രണ്ട് വേവ് പൾസ് നമ്മൾ ഡിസ്റ്റൻസ് നമുക്ക് ആർബിട്രറിലി കൂട്ടിക്കൊണ്ടുവരാം. റൈറ്റ്, അറ്റ്ലീസ്റ്റ് തിയററ്റിക്കലി. റൈറ്റ്, നമുക്ക് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ഉള്ള കേസ് കൺസിഡർ ചെയ്യാം. അത് രണ്ട് വേവ് പൾസ് തമ്മിൽ ഈ രീതിയിലുള്ള ഡിസ്റ്റൻസ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ആണെന്നുള്ള കേസ് നമുക്ക് ഇമാജിൻ ചെയ്യാം. ആൻഡ് ദെൻ വിൽ ബി ടോക്കിംഗ് അബൌട്ട് എ സിംഗിൾ വേവ് പൾസ് ട്രാവലിംഗ് ത്രൂ ദ മീഡിയം. ഓക്കെ, so we are thinking about a case where the principles of Fourier analysis are pushed to a limit. Right? We are taking to this extent in which the repetition period is infinitely long, or the wavelength, the repetition distance of a waveform is also infinite. Okay? അതായത് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇതാണ്. We are describing one single non-repeated pattern of displacement, right, as a function of time or position, in terms of a complete spectrum of sinusoidal disturbances with periods or wavelengths extending up to infinitely large values. അതായത് നമ്മളിവിടെ ചെയ്യുന്നത് ഈ രീതിയിലുള്ള ഒരൊറ്റ പൾസ് ആണ് നമുക്ക് വേണ്ടതെന്ന്. എൻ്റെ റോപ്പിലുള്ള ഒരൊറ്റ പൾസ് ആണെങ്കിലും we can consider this as being constructed out of an infinite number of sinusoidal waves. Right? Now each of that sinusoidal wave is a solution to the wave equation, which means that this also will be a solution to the wave equation. അതായത് വേവ് എന്ന് പറയുകയാണെങ്കിൽ even if there's a pulse traveling along a rope, a single pulse traveling along a medium, we can consider it as a wave. Okay, that's also a wave. So we can imagine the propagation of arbitrary isolated pulses through a medium without any change of shape. And again, this has to be considered as a wave for the reasons that we described so far. അപ്പോൾ ഇത് സംഭവിക്കണമെങ്കിലുള്ള കണ്ടീഷൻ ഇതാണ്. The speed of pure sinusoidal waves have to be independent of their frequency or wavelength. Right? Sinusoidal individual modesന്റെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയിലും വേവ് ലെങ്ത്തിലോ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. എന്നാൽ മാത്രം നമുക്കിങ്ങനെ എഴുതാൻ കഴിയുള്ളൂ. In generally ഇതല്ല കേസ്. Generally the velocities or the speeds of waves through medium will depend on the frequency or wavelength. Okay, we'll see such cases soon. Right, so with this we'll conclude the discussion of wave pulses. Okay, so we have described wave pulses.
as a superposition of, let's say, an infinite sinusoidal waves, right? And the only condition for this description to be possible, right? ഈ description possible ആകുന്നതിനുള്ള ആകെ ഒരു condition ഈ sinusoidal wavesന്റെ frequency അല്ല ഫ്രീക്വൻസിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഇൻഡിപെൻഡന്റ് ആവണമെന്നുള്ളതാണ്, right? It should not depend on the wavelength or frequency. So with that we'll conclude the session. Thank you.